ഞാൻ നിന്നെ ഒറ്റയ്ക്കൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. എന്തിന്? ഒറ്റയ്ക്ക് കാണുമെന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? മറ്റുള്ളവർ നിന്നെ കാണുന്ന ആവശ്യത്തിന് തന്നെ. അനാവശ്യം പറയുന്നു. ചൂടാവാതെ. ഹലോ, പ്ലീസ് ബി ഡീസന്റ്. സോറി ജോയ്, പ്രതീക്ഷിക്കാത്ത പലതും നടന്നു. അപ്പൊ ഞാൻ വരട്ടെ. വീട്ടിൽ കയറുന്നില്ലേ? അങ്ങൾ ഉറങ്ങിക്കാണും. ഞാൻ വരും അതിന്റെ മുറപ്രകാരം. എന്താ പോരെ? ബൈ ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നിനക്ക് അത്രയ്ക്ക് ധൈര്യമായില്ലേ? ഞാനിവിടെ ഇങ്ങനെ ഒരു മുടക്കാച്ചിരക്കായിരിക്കുന്നതുകൊണ്ട് നിനക്ക് എന്ത് തോന്നാസം കാണിക്കാമെന്നേ? അങ്കിൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചു. ജോയി ഞാൻ സ്നേഹിക്കുന്ന ആളാണ്. നീ സ്നേഹിക്കുന്ന ആളെന്ന് പറഞ്ഞത് നിന്നെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കും. പക്ഷെ അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിഞ്ഞാലേ എനിക്കത് ശരിയായി തോന്നുകയുള്ളൂ. ഉണ്ടെങ്കിൽ ജോയി എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നു. നിന്റെ പ്രായത്തിലുള്ള പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ 1000 പേര് കാണും. പക്ഷെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുത്തനെയാണ് ഒരു പെണ്ണിന് ആവശ്യം. അതിനും എന്റെ ജോലി തയ്യാറാണോ? അതെ അങ്കിൾ. എങ്കിൽ അവന്റെ ആൾക്കാർ വല്ലവരും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണാൻ പറ. അതുവരെ ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം നീ ദുരുപയോഗപ്പെടുത്തരുത്. ഇല്ല അങ്കിൾ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ല, ചെയ്യാതിരിക്കാനുള്ള വഴിയാണ് പറഞ്ഞത്. മേലിൽ ഇത് ആവർത്തിക്കരുത്. ശരി, പൊയ്ക്കോളൂ. അങ്ങനെയൊക്കെ സംഭവിച്ചു. ഓഹോ, അപ്പോൾ അവനവിടെ അതാണ് ജോലിയല്ലേ? ഇതെന്തൊരു ചോദ്യമാ? അവനൊരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഇവരെ അറിയിക്കാൻ കൂട്ടുകാരനെ ചുമതലപ്പെടുത്തി. നമുക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് നടത്തണം. ജോയുടെ അപ്പച്ചൻ ലീനെ കണ്ടതിന് ശേഷം തീരുമാനിച്ചാൽ മതി. പക്ഷേ പെൺകുട്ടിയെ കാണുന്നതിന് മുമ്പ് എനിക്കവിടെ കുടുംബത്തെ കുറിച്ച് അറിയുന്ന സതീശ. ലക്ഷക്കണക്കിനുള്ള സ്വത്തിന്റെ ഏകാവകാശമാണ് ജോയ്. ഞങ്ങളുടെ നിലയ്ക്ക് യോജിച്ചതല്ലെങ്കിൽ ഞാനും സമ്മതിക്കില്ല. അറിഞ്ഞിടത്തോളം
ലീന പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയാണ്. ഓഹോ, എങ്കിൽ പിന്നെ ഞാൻ കുട്ടിയെ കാണേണ്ട കാര്യമില്ല. എന്നൊന്ന് പറഞ്ഞാല് കുട്ടി നല്ലതാണെങ്കിൽ പണവും പദവിയും ഒക്കെ കുറച്ച് കുറഞ്ഞാലും വിരോധമില്ല. വിരോധമുണ്ട്. എനിക്ക് എന്റെ അന്തസ്സും അഭിമാനവും ഒന്നും വിട്ടുകളയാൻ പറ്റില്ല. ഏതിനും കണ്ണടച്ച് കൂട്ടു നിൽക്കാനും സാധ്യമല്ല. പിന്നെ ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് സതി. അത് തെറ്റായി മാത്രമേ ലോകം കാണുകയുള്ളൂ. നമ്മൾ ലോകത്തെ പേടിക്കുന്ന പോലെ. അതുകൊണ്ടാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്റെ മോളോ ഒന്നുകൂടി വഴി. ലീന സീറ്റിലുണ്ടോ? ഇല്ല സർ, 2-3 ദിവസമായി വന്നിട്ട്. Any leave letter? നോ സർ. You can go.
എന്തായാലും ജയിക്കപ്പ് ഇത്ര ചെറുപ്പത്തിലേ മരിച്ചത് കഷ്ടമായി പോയി. ആ എന്ത് ചെയ്യാം. ആ പിന്നെ ഒരു സന്തോഷ വാർത്ത. ഇന്ന് അപ്പച്ചന്റെ ഫോൺ കോൾ ഉണ്ടായിരുന്നു. വിശേഷിച്ച് നാളെ ഞായറാഴ്ചയല്ലേ, എന്റെ വിവാഹ നിശ്ചയമാണ്. കൺഗ്രാറ്റുലേഷൻസ്. വളരെ സന്തോഷം. ഞാൻ മുൻകൂർ മംഗളം നേരുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? എന്റെ വിവാഹം എന്ന് കേട്ടിട്ട് നിനക്കൊന്നും തോന്നിയില്ലേ? തോന്നിയല്ലോ, സന്തോഷം. അല്ലാതെ പിന്നെ ഞാൻ എന്താ കരയണോ? ഒരു പൗരുഷമില്ലാത്തവന്റെ മുന്നിലല്ലല്ലോ ഞാൻ നിൽക്കുന്നത്. അമ്പടി പെണ്ണേ, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. ആ പിന്നെ എന്നെ തോൽപ്പിക്കാന്ന് വിചാരിച്ചോ? അതിന് ശ്രമിച്ചവരാരും ഇന്ന് വരെ ജയിച്ചിട്ടില്ല. ആഹാ. ആ ഞാൻ ഇനി കാര്യം പറയട്ടെ. പറയുന്നേ. നാളെ നിന്നെ കാണാനായി എന്റെ അപ്പച്ചൻ നിന്റെ വീട്ടിൽ വരും. My God! Oh my Jesus! How can I believe it? Darling. എന്റെ അപ്പച്ചനെ നല്ലവണ്ണം സൽക്കരിച്ചയക്കണം. നിങ്ങളൊക്കെ വലിയ ആളുകളാണ്.
നിങ്ങളുടെ അപ്പച്ചൻ വരുമ്പോ എന്ത് ചെയ്യണം, എന്തൊക്കെ കൊടുക്കണം, എങ്ങനെ സഹകരിച്ചേക്കണം എനിക്ക് അതൊന്നും വിഷമിക്കണ്ട, അതെല്ലാം ഞാൻ പറഞ്ഞു തരാം. അതുപോലൊക്കെ അനുസരിച്ചാ മതി. അപ്പച്ചന് ഇഷ്ടം ലഡു, ജിലേബി, പൂവമ്പഴം, അലുവ, ഇതൊക്കെ അപ്പച്ചന് ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം, അപ്പച്ചൻ ചായ കുടിക്കില്ല, കാപ്പി മാത്രമേ കുടിക്കൂ. എന്നാലേ നാളെ ജോയും കൂടെ അങ്ങ് വരൂ. അപ്പച്ചനും മോനും കൂടെ എവിടെങ്കിലും പെണ്ണ് കാണാൻ പോകാറുണ്ടോ മോളെ? അല്ലെങ്കിലും പെണ്ണ് ഞാൻ ദിവസവും കണ്ടോണ്ടിരിക്കല്ലേ. എനിക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ പോണം. ഇപ്പൊ വന്നതല്ലേ ഉള്ളു. എനിക്ക് ഇപ്പൊ വീട്ടിൽ പോണെന്നേ. ഇപ്പൊ വന്നതല്ലേ ഉള്ളു. വീട്ടിൽ പോയി ഈ കാര്യങ്ങളൊക്കെ പറയണ്ടേ? ആ, ദാറ്റ്സ് റൈറ്റ്. വരണം സാർ, വരണം. ഇരിക്കണം സാർ. എത്ര നാളുകൂടെ ഇട്ടാ സാറിനൊന്ന് കാണാൻ സാധിച്ചത്. എസ്റ്റേറ്റിൽ നിന്ന് പോകുന്നതിൽ പിന്നെ ഞാനൊരു ചെറിയ കോൺട്രാക്ട് തുടങ്ങി. ഭാഗ്യമെന്ന് പറയട്ടെ, കുറച്ച് സമ്പാദ്യമൊക്കെ ആയി. പക്ഷെ എനിക്ക് യോഗമില്ല. ഞാനിങ്ങനെ രോഗിയായില്ലേ. ഇനി പെണ്ണിനെ ആരെങ്കിലും നല്ലൊരുത്തനെ കൊണ്ട് കെട്ടിക്കണം, എന്നിട്ട് എനിക്ക് മരിക്കണം. ഞാനവളെ വിളിക്കട്ടെ? മോളെ, നിനക്കിത് ആരാണെന്ന് മനസ്സിലായി മോളെ? പണ്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിൽ ഒരു തൊഴിലാളിയായിരുന്നു. എന്നെ